RSS ഇന്ത്യയിൽ നമുക്കറിയാം അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രൊപ്പഗൻഡ മെഷീനറി അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഇന്ത്യയിലെ വലിയ മീഡിയ എൻ്റർപ്രൈസ് ഇതെല്ലാം കൂടി RSSനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും സാർവദേശീയ തലത്തിൽ RSSനെ കുറിച്ചിട്ടുള്ള ധാരണ നേരത്തെ ഉള്ളതിനേക്കാൾ ഭീകരമായ സ്വഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. RSSന് ഇപ്പോഴും അവർ ഇന്ത്യയിൽ പെയിൻ്റ് അടിച്ചിട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ ഇമേജ് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും RSS എന്നൊരു ഭീകര സംഘടനയാണ്, ഒരു ഡിവേഴ്സീവ് ഓർഗനൈസേഷനാണ് എന്ന ചിത്രം തന്നെയാണ് സാർവദേശീയ സമൂഹത്തിലുള്ളത്, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളത്. അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. അപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ സന്ദർശനം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് RSSൻ്റെ ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാമാണ്, ഒരു പബ്ലിക് റിലേഷൻ പ്രോഗ്രാമാണ്. അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിലേറ്റവും വലിയ തമാശ. അപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു കാനഡയിലേക്ക് പോകുമ്പോൾ ഇതിലും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും. കാരണം കാനഡയിൽ നേരത്തെ തന്നെ ഈ സിഖ് സംഘടനകൾ ഇന്ത്യ ഈ RSSൻ്റെയും BJPയുടെയും നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. UK ഇതേക്കാൾ വോക്കലായുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരർത്ഥത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന ഒരു നിലയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന അഡ്വക്കസി ഗ്രൂപ്പുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനുകൾ അവരുടെ ഈ ഇത്തരത്തിലുള്ള സാങ്ഷൻ RSS എന്ന് പറയുന്ന അജണ്ടയുമായിട്ട് ആ ഒരു മുദ്രാവാക്യം ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും UKയും ഏതാണ്ട് 10 വർഷത്തിലേറെക്കാലം അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റുന്നില്ല. വിസ നിഷേധിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് വിസ മാത്രമല്ല, സാധാരണഗതിയുള്ള ടൂറിസ്റ്റ് വിസ പോലും നിഷേധിച്ചു. എന്താ കാരണം? അമേരിക്കയിൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 212 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ ഇത്തരം റിലീജിയസ് ഫ്രീഡം നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് വിസ അനുവദിക്കരുതെന്ന് അവിടുത്തെ ഒരു ദേശീയ നിയമം, ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം നിഷേധിച്ചത്. സമാനമായ കേസ് തന്നെയാണ് ഭാഗവതിൻ്റെ കാര്യത്തിലും എന്നുള്ളതാണ് അവിടെ ഈ പ്രചാരണം നടത്തുന്ന സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് ഭാഗവതിൻ്റെ വിസ നിഷേധിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഏതായാലും അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞു, ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞു. ശനിയാഴ്ചയാണ് ന്യൂയോർക്ക് മാഡിസൺ സ്ക്വയറിലെ പരിപാടി. പിന്നെ ഉള്ളത് കൂടുതലും ഇൻഡോർ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ട മീറ്റപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ ഉദ്ദേശിച്ചത്, അതിന് വിപരീത ഫലം സംഭവിച്ചു എന്നുള്ളതാണ്